ഹലോ കൂട്ടുകാരി, ഇന്ന് നമ്മൾ ഷാർജ മുവൈലയിലുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത്. സഫാരി ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ ഫുഡ് സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദേപുട്ട് റെസ്റ്റോറൻറ്റ്, ദില്ലിപേട്ടിൻ്റെ ദേപുട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഒരു സഫാരി നമ്മുടെ അടുത്താണ്, അതുകൊണ്ട് നമ്മൾ വീക്കിലി പർച്ചേസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അതുമാതിരി ചെറിയ ഫുഡൊക്കെ കഴിക്കാനും ചിക്കിങ് കഴിക്കാനും ഇടയ്ക്ക് വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനും വരാറുണ്ട്. കഴിഞ്ഞ മാസം ഏപ്രിൽ 3-ാം തീയതി കൂടെയായിട്ടായിരുന്നു ദേപുട്ടിൻ്റെ ഇനോഗ്രേഷൻ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മക്കൾക്ക് ദില്ലിപേട്ടിൻ്റെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റി. അന്ന് തിരക്കായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഇവിടെ ചെറിയ ചെറിയ ഫുഡ് റെസ്റ്റോറൻറ്റുകളുണ്ട് ഓരോരോ സെക്ഷനായിട്ട്. കുട്ടികൾക്കായാലും ദില്ലിപേട്ടിന് മിക്കതും സിനിമകളൊക്കെ ഇഷ്ടമാണ്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. ദില്ലിപേട്ടിൻ്റെ അവിടെ പിക്ചർ കണ്ടെന്നാണ് പറയണത്. അത്യാവശ്യം തിരക്കുണ്ട്. നമുക്ക് സീറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. ദേപുട്ട് റെസ്റ്റോറൻറ്റിൻ്റെ കുറേ ബ്രാഞ്ചുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ, അതേപോലെ ദുബായിലുണ്ട്, ഖത്തർ, ജിദ്ദ ഉണ്ട്, പിന്നെ നമ്മുടെ ഷാർജയിലുണ്ട്. അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ചെറിയ സ്ഥലമായാലും അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദില്ലിപേട്ടിൻ്റെ ലോഗോ വെച്ചിട്ടുണ്ട്. അതേമാതിരി കിച്ചണിൽ നിന്നൊക്കെ നമുക്ക് കാണാനും പറ്റും. സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദില്ലിപേട്ടിൻ്റെ സിനിമയുടെ പേര് വെച്ചിട്ട് കുറേ പുട്ടുകളുടെ പേരുണ്ട്. മീശമാധവൻ പുട്ട്, റൺവേ പുട്ട്, റിംഗ് മാസ്റ്റർ പുട്ട്, 2 കൺട്രി പുട്ട്, ജോക്കർ പുട്ട്, അങ്ങനെ സ്പാനിഷ്, അങ്ങനെ കുറേ പുട്ടുകളുടെ മെനു കാണാറുണ്ട്. ബിരിയാണി പുട്ട്, ചിക്കൻ കപ്പ ബിരിയാണി പുട്ട് 18 പുട്ട് വേണോ? ഏത് പുട്ട് വേണം? പുട്ട് വേണം. സ്റ്റാർട്ടറായിട്ട് കട്ടൻ ചായ, അതേപോലെ പപ്പടം കൊണ്ടുവച്ച് തന്നിട്ടുണ്ട്. സ്പാനിഷ് ചിക്കൻ പുട്ട്, സ്പാനിഷ് രാഗി മേലില്ല ഇതില്ലാത്ത സമയത്ത് അമ്മയ്ക്ക് എന്താ ഉണ്ടാക്കണം? 2 കൺട്രീസ് പുട്ട്, റിംഗ് മാസ്റ്റർ പുട്ട്, ഇതൊക്കെ ദിലീപിന്റെ സിനിമയുടെ പേര്. ദിലീപിന്റെ സിനിമയുടെ പേരിലുള്ള പുട്ട്. റൺവേ പുട്ട്, മീശ മാധവൻ പുട്ട്, ജോക്കർ ഏത് പുട്ടാണ്? മീശ മാധവൻ. അച്ഛമ്മയ്ക്ക് റിംഗ് മാസ്റ്റർ പുട്ട്.
കറിയുണ്ടോ? ഇത് ട്രൈ ചെയ്തിട്ട് കറിയുണ്ടാവും. കറി വരുന്ന കോമ്പോസ് ഉണ്ട് കേട്ടോ. ബീഫ് കറി, ചിക്കൻ പൊട്ട്, ചിക്കൻ കറി കോമ്പോസ്. അപ്പോൾ സാധാ ചിക്കൻ കറി മതിയാ? ഇത് സ്പാനിഷ് ഫുഡും ബീഫ് കറിയും ഓർഡർ ചെയ്ത് പൊറോട്ടയും ചിക്കൻ കറിയും. ഓർഡർ ചെയ്ത സ്പാനിഷ് ചിക്കൻ മുട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബീഫ് കറി, സലാഡ് ഉണ്ട്. പിന്നെ മുകളിലൊക്കെ എന്തൊക്കെയോ ഇറച്ചിയുടെ പൊടി, പിന്നെ നാളികേരമുണ്ട്. പിന്നെ റാഗിയുടെ പുട്ട് മേടിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് മേടിച്ചത്. നമ്മൾ ഓർഡർ ചെയ്ത സ്പാനിഷ് ചിക്കൻ മുട്ടിന് 14 കറൻസാണ്. ഇതിന് കറിക്ക് എക്സ്ട്രാ പൈസ. കഴിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഇവിടെ ബീഫ് കറി കൂടി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുഴപ്പമില്ല. അധികം സ്പൈസി എന്നല്ല, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിലൊക്കെ ഇത് ഇങ്ങനെ പൊടി പൊടി മാതിരി ഇടിയിറച്ചിയാണ് ചോദിച്ചപ്പോൾ ഇടിയിറച്ചിയാണ് പറഞ്ഞത്. അല്പം നാളികേരമുണ്ട് മുകളിൽ. അതേപോലെ ഉള്ളിൽ നിറയെ പുട്ടിൻ്റെ ഉള്ളിലും ഇടിയിറച്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്പാനിഷ് ചിക്കൻ പുട്ട് കഴിച്ചു. ഇടിയിറച്ചിയൊക്കെ വെച്ചിട്ടില്ല, സ്പാനിഷ് ചിക്കൻ പുട്ട് കഴിച്ചു. അതിന് കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. കൈ കഴുകിയിട്ട് വരാം. ധാരാളം ജോലിക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട്, കുഴപ്പമില്ല. മോശമില്ല, നല്ല അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട്. നല്ല ഇടയ്ക്ക് വെറൈറ്റി ഒക്കെ ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പുട്ടിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പല പുട്ടുകളും കഴിക്കാം. അതേ മുകളിലൊരു സ്പേസ് കാണാണ്ട് മുളയ്ക്ക് റൂം. നമുക്ക് ബില്ലടിച്ചിട്ട് പോവാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അങ്ങനെ ദിലീപേട്ടൻ്റെ ദേ പുട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫുഡ് കഴിച്ചു. അങ്ങനെ ദേ പുട്ട് റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ പോയതും കണ്ടതും കഴിച്ചതുമായുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ അവിടെ ചിക്കിങ്ങിന്ന് പിള്ളേർക്കതിൽ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഇരുന്ന് അന്നത്തെ ഡിന്നർ ഹാപ്പിയായി. ഇതാണ് ഇന്നത്തെ നൈറ്റിലെ ഫുഡ് വിശേഷം. അപ്പോൾ എല്ലാവർക്കും വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ ദേപുട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഷാർജയിലുള്ള മുംബൈയിലുള്ള ദേപുട്ട് റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.